ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് എവരിബഡി ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. ജോൺ അബ്രഹാമിനെ നായകനാക്കി ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആകെ അടി ഇടി വെടി മറ്റേ മൈൻഡ്ലെസ് ആക്ഷൻ അങ്ങനത്തെ പരിപാടി ആയിരിക്കുന്ന പക്ക ഒരു ബോംബ് പടമായിരിക്കുന്ന വിചാരിച്ചത്. പക്ഷെ വേദ അങ്ങനെ ഒരു സിനിമയല്ല. ഇത് ആക്ച്വലി നല്ല കഥയും നല്ല എഴുത്തും നല്ല ആക്ഷൻ സെറ്റ് പീസസുകളും എന്നാൽ ഒരു സന്ദേശമൊക്കെ ഉള്ള ഒരു സിനിമയാണ്. വേദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ സിനിമയാണ്. അതായത് ഇതിൽ ജോൺ അബ്രഹാം അല്ല നായകൻ. മൂപ്പര് ത്രൂ ഔട്ട് ഉണ്ട്. മൂപ്പര് കിടിലൻ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ്, മെയിൻ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഇത് വേദ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കഥയാണ്. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ്സിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയണില്ല. ഈ സിനിമാറ്റോഗ്രാഫി ആയാലും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളായാലും വളരെ നന്നായിട്ടുണ്ട്. കിടിലൻ ആക്ഷൻ സെറ്റ് പീസസുകളൊക്കെ ഉണ്ട്. ജോൺ അബ്രഹാമിന്റെ സിനിമയാകുമ്പോൾ അതൊരു എന്താ പറയുക മിനിമം ഗ്യാരണ്ടി ഉള്ള സംഭവമാണ്. പിന്നെ ഇതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ജോൺ അബ്രഹാം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആൾ എന്തായാലും ചെയ്യും. പക്ഷേ എനിക്ക് ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിന്റെ മ്യൂസിക് ആയിരുന്നു. അതായത് വെസ്റ്റേണൈസേഷൻ ആണ് ഇപ്പോൾ ഇന്ത്യൻ സിനിമകളിലെല്ലാം ഉള്ളത്. അതൊരു തെറ്റൊന്നുമല്ല. അതായത് മ്യൂസിക്കൊക്കെ മിക്കവാറും വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. ഈ സിനിമയിൽ ചില ഇമോഷണൽ ആയിട്ടുള്ള ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സീനുകളിലൊക്കെ ഒരു ഇന്ത്യൻ ടച്ചുള്ള മ്യൂസിക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. പിന്നെ ചുമ്മാ എല്ലായിടത്തും സ്കോർ കൊടുക്കാതെ എലിവേറ്റ് ചെയ്യേണ്ടടുത്ത് എലിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടാത്തടുത്ത് കൊടുക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ മ്യൂസിക്. ഈ സിനിമയുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ റൈറ്റിങ്ങും അതിലത്തെ പെർഫോമൻസുകളാണ്. നല്ല സീൻ സെറ്റിങ്ങുകൾ ഉണ്ട്, നല്ല മെസ്സേജുകൾ ഉണ്ട്, ആ പെർഫോമൻസുകൾ അടിപൊളിയാണ്. ഇപ്പൊ ശർബരി വാഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് വേദയായിട്ട് അഭിനയിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബോളിവുഡ് മര്യാദയ്ക്ക് പിടിക്കുകയാണെങ്കിൽ ഇനിയും നല്ല റോൾസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു നടിയാണ്. ഇമോഷണൽ രംഗങ്ങളൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജോൺ അബ്രഹാം എന്ന് പറയുന്നത് കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട ഒരു പഴയ പട്ടാളക്കാരനാണ്. അപ്പൊ ആൾക്ക് അതിന്റെ ബോഡിയും ഒരു സ്റ്റോൺ ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് മുഖത്ത് കാര്യമായിട്ട് എക്സ്പ്രഷൻസ് ഒന്നും വരുന്നില്ല. ജോൺ അബ്രഹാം അത്ര ഗംഭീര ആക്ടറാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഈ സിനിമയിലത്തെ ഈ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു റോളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആളെയാണ് വേണ്ടത്. അതിന് ജോൺ അബ്രഹാം കറക്റ്റാ. വളരെ കിടിലായിട്ട് തന്നെ മൂപ്പരുടെ പെർഫോമൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നുമല്ല. ഈ പടത്തിലെ ഏറ്റവും കിടിലൻ പെർഫോമർ എന്ന് പറയുന്നത് അഭിഷേക് ബാനർജി എന്ന് പറഞ്ഞ നടനാണ്. അഭിഷേക് ബാനർജിയെ പറ്റി ഞാൻ സ്ത്രീ 2 എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞതാ. ഓഗസ്റ്റ് 15 സ്ത്രീ 2ഉം വേദയും 2 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അഭിഷേക് ബാനർജിയുടെ. അതിൽ സ്ത്രീ 2 ജന്ന എന്ന് പറഞ്ഞ കഥാപാത്രവും വേദയിലെ ജിതേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞ കഥാപാത്രവും രണ്ടറ്റത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. ഇത് രണ്ടും ചെയ്തത് അഭിഷേക് ബാനർജി ആണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് അത്രയും ക്രാഫ്റ്റുള്ള ഒരു നടനെ പറ്റുള്ളൂ. നേരത്തെ ശർവരി വാഗിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ അഭിഷേക് ബാനർജിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്താൽ ബോളിവുഡിന് ഒരു കിടിലൻ നടനെ കുറെ കാലത്തേക്ക് അവൈലബിൾ ആയിരിക്കും. മൂപ്പര് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സിനിമയിലേക്ക് വന്ന ആളാണ്. കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടാണ് തുടങ്ങിയത്. അഭിനയിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ അത് മാറി കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് തുടങ്ങി. പിന്നെ വീണ്ടും ഇപ്പോൾ സിനിമയിൽ അവസരം കിട്ടി തുടങ്ങി. ഒരു കൺവെൻഷണൽ ലുക്കൊന്നും ഇല്ലാത്ത ഒരാളാണ്. നിങ്ങൾ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഭയങ്കര ശരീരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫേസോ എന്നുള്ള ആളല്ല. അതായത് സോ കോൾഡ് സിനിമയ്ക്ക് എസ്തെറ്റിക്കലി വേണ്ട മുഖമുള്ള ഒരാളൊന്നുമില്ല. പക്ഷേ ഒരു ക്യാരക്ടർ കൊടുത്താൽ അത് അത്രയും പവർഫുൾ ആയിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങരുടെ ആന്റാഗണിസ്റ്റ് വില്ലനെ നമുക്ക് എടുത്ത് പറഞ്ഞിട്ട് പടയ്ക്കാൻ തോന്നും. ഈ ജോൺ അബ്രഹാം എന്ന് പറഞ്ഞ സ്ക്രീനിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ ചുമ്മാ ഒപ്പത്തിനൊപ്പം വന്നിട്ട് മറ്റേ മുട്ടിലിട്ട് ഛാ ഞാ വരയ്ക്കുന്ന സീനുകളൊക്കെ കൊള്ളാം. വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ വേദ എന്ന് പറയുന്നത് നല്ലൊരു സിനിമയാണ്. ഈ സിനിമ നിങ്ങൾക്ക് അടുത്തുള്ള തിയേറ്ററിലൊന്നും കിട്ടാൻ വഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെ PVR ഐനോക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 3-2 എന്ന് പറഞ്ഞ ബോളിവുഡിൽ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ സകല കളക്ഷൻ റെക്കോർഡ്സും പൊട്ടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഒപ്പം ഇത് ഇറങ്ങിയതുകൊണ്ട് ഇത് ബോക്സ് ഓഫീസിൽ പൊളിഞ്ഞു വീഴാൻ തന്നെയാണ് സാധ്യത. വളരെ നന്നായിട്ട് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ OTTയിൽ വന്നാൽ ധൈര്യമായിട്ടിരുന്ന് കണ്ടോ. കാരണം കാണാനുള്ളതുണ്ട്. ചുമ്മാ ഒരു വെടിയും പുകയുള്ള സിനിമയല്ല വേദ. അടുത്ത സിനിമയുടെ വിശേഷം കേട്ട് ഞാൻ വീണ്ടും വരാം. കാണാം.